പത്മപ്രിയത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഞാൻ നട്ട ഒരു പേരമരമാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് കൃഷി ഓഫീസിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് പേര, മുളക്, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ കൂടെ ഒരു ഫ്രൂട്ട്സ് ഇവിടെ കിട്ടി. ഇപ്പോൾ ഇതിൽ നിറച്ച് പേരൊക്കെയുണ്ട്. നമുക്ക് കാണാം, നിറച്ച് പേരൊക്കെ ഉണ്ട്. ഇപ്പോൾ വലിയൊരു മരമായിട്ട് വന്നിട്ടുണ്ട്. നിറച്ച് പേരൊക്കെയുണ്ട്. പക്ഷേ ഒരു പേരയ്ക്ക പോലും നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല. വവ്വാൽ, മറ്റുള്ള ബേഡ്സുകൾ ഇവർ വന്ന് കഴിച്ച് തീർക്കും. ഒന്നും അല്ലെങ്കിൽ അവർ നഖം വെച്ച് നഖം വെച്ച് ഇങ്ങനെ ഇതിൽ നോക്കി നഖം വെച്ച് ഇങ്ങനെ അള്ളുന്ന സമയത്ത് ആ പേരയ്ക്ക 2 ദിവസം ആകുമ്പോഴത്തേക്കും അത് മധുരം വയ്ക്കുമ്പോൾ അവർ വന്ന് കഴിക്കും. അങ്ങനെയാണ് സ്ഥിരമായിട്ട് നടക്കുന്നത്. ഇപ്പം 2 മൂട് പേരമരമാണ് പേരയുടെ തൈയാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം ഇതിൽ നിറച്ചുണ്ട്. ഇത് വൈറ്റ് കളറാണ് ഇത്. പക്ഷേ ഇവിടെ ഒരു മൂട് നിൽക്കുന്നത് റെഡ് കളറാണ്. ഇത് ശരിക്കും വനത്തിലോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഇവിടെ വലിയ വനം മാതിരിയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വേണ്ട, ഇതിലും പേരയ്ക്കയുണ്ട്. അതുമെല്ലാം അള്ളി വെച്ചിരിക്കുവാണ്. കണ്ടോ, ഇതിലും നിറച്ച് പേരയ്ക്ക നിൽക്കുവാണ്. അത്രയും ഇവർ തിന്ന് നശിപ്പിച്ച് കളയണം. എനിക്കൊരു പേരയ്ക്ക പോലും കിട്ടത്തില്ല. എനിക്കിഷ്ടമാണ് പേരയ്ക്ക, പക്ഷേ എനിക്ക് കിട്ടത്തില്ല. ഇവിടെ ഒരു മാവ്, അതും അന്ന് എനിക്ക് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. മാവും വലുതായി കായ്ച്ചിട്ടൊന്നുമില്ല. പിന്നെ പുളിഞ്ചി മരം, ഇതും അതുപോലെ ഞാൻ വാങ്ങിച്ച് നട്ടതാണ്. പുളിഞ്ചി മരം നമുക്ക് നെത്തോലിയിൽ പുളിഞ്ചിക്കെട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതും ഒരു മാവാണ് കേട്ടോ. ഇതും ഞാൻ വാങ്ങിച്ച് വെച്ച മാവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇത് ജാമ്പ, ആപ്പിൾ ജാമ്പ എന്ന് പറയുമല്ലേ, അതാണ്. അത് വലിയ മരമായി. പക്ഷേ ഇതുവരെ ഒരു കാ പോലും ഇതിൽ പിടിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മരമൊക്കെ അടിപൊളിയായിട്ട് വളരുന്നുണ്ട്, പക്ഷെ അതിൽ കാ പിടിക്കുന്നില്ല. പിന്നെ എനിക്കിവിടെ ഒരു മാവുണ്ട്. അത് കർപ്പൂര മാവിൻ്റെ മാങ്ങ വെച്ചിട്ട് ഞാൻ നട്ടതാണ്. കണ്ടോ, അത് വലിയൊരു മാവായിട്ടുണ്ട്. പിന്നെ അതൊരു പ്ലാവ്, അതും വരിക്കപ്ലാവാണ്. അത് ഞാൻ നട്ടതാണ്. പക്ഷേ അത് ഇനി കായ്ക്കിപ്പം വരിക്കയാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇപ്പുറത്ത് ഞാനൊരു വിയറ്റ്നാം എയർലിയുടെ ഒരു പ്ലാവ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് 2 വർഷം കൊണ്ട് ചക്ക പിടിക്കുന്നുണ്ട്. നല്ല വരിക്കച്ചക്കയാണ്. അങ്ങനെ കുറച്ച് ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൊരു തേക്ക് മരം കിടന്ന് പൊടിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോൾ അത് കിടന്ന് പിടിച്ചതാണ്. അതിപ്പോൾ ഒരു വലിയൊരു തേക്ക് മരമായിട്ട് മാറിയിട്ടുണ്ട്. വൻമരമായി. അങ്ങ് മുകളിൽ പോകണ്ട, ഒറ്റത്തടിയാണ്. അതെനിക്ക് എന്തെങ്കിലും ഉപയോഗം വരുമായിരിക്കും അല്ലേ, ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ. കണ്ട, വലിയൊരു തേക്ക് മരമായിട്ട് വണ്ണമൊന്നും വെച്ചില്ല, എങ്കിലും നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട് ആൾ. പിന്നെ ഇവിടെ ഒരു തെങ്ങ് തൈ കണ്ട. എല്ലാവരും കാടാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കാട് കാണിക്കാനാണ് വീഡിയോ എടുക്കുന്നത്. അല്ല, എങ്കിലും ഒരു സന്തോഷം, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഞാൻ ഇത്രയൊക്കെ ഉള്ളു. ഞാനിനി ഇങ്ങനെയുള്ള വീഡിയോസ് കൂടെ ഇടാൻ ശ്രമിക്കാം.